ഇവിടെ മാസങ്ങളായി ഇവിടുത്തെ സുന്നത്തി ജമാഅത്തിന്റെ ഇവിടുത്തെ കാഞ്ഞിപ്പുഴ മഹലിലെ പല പ്രമുഖരുടെയും അഭ്യർത്ഥന കൂടിയാണ്. ഇവിടുത്തെ കാഞ്ഞിപ്പുഴയിലെ പ്രമുഖരായ കാഞ്ഞിപ്പുഴയിലും പരിസര പ്രദേശങ്ങളുള്ള മുസ്ലിങ്ങളെ മുഴുവനും മുശ്രിക്കുകളും വിധേയക്കാരുമാക്കി ഇവിടെ ചിത്രീകരിച്ചുകൊണ്ട് കത്തെഴുതി ഇവിടെ ഇതൊരു സ്ഥാപനത്തിനെതിരെയുള്ള പ്രസംഗമല്ല, മറിച്ച് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കും വിധേയക്കാരുമാക്കിയെന്ന ആ ഒരൊറ്റ കാരണം, ആ ഒന്നാമത്തെ കാരണം 1906, 1921, 1941 ഇങ്ങനെയുള്ള വർഷങ്ങളിൽ ഉടലെടുത്ത ഈ നവീന ചിന്താഗതിക്കാരാകുന്ന ഈ പ്രസ്ഥാനക്കാരുടെ സ്വഭാവങ്ങൾ എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ള വിശദീകരണവും അവർക്കുള്ള മറുപടിയും വളരെ വ്യക്തമായി ആധികാരികമായി പറയാൻ കഴിവുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തബ്ലീഗുകാർക്കെതിരെ എതിർക്കാനുള്ളത്, അതേപോലെ ഖാദിയാനികൾക്കും മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിക്കും എതിർക്കാനുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന സുന്നിയാണ് എന്ന് വളരെ വ്യക്തമായി നാം ഓരോരുത്തരും മനസ്സിലാക്കണം. തബ്ലീഗ് ജമാഅത്ത് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതും ശേഷം വരുന്ന വിഷയാവതരവും പ്രാസംഗികരുമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരായ ധാരാളം ആളുകൾ വിശ്വസിക്കുകയും അറിയാതെ അംഗീകരിക്കുകയും ചെയ്തു പോകുന്ന ഒരു പ്രസ്ഥാനമായി തബ്ലീഗ് പ്രസ്ഥാനത്തെക്കുറിച്ച് സാധുക്കളായ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആദ്യം ഈ പ്രസ്ഥാനത്തോട്, തബ്ലീഗ് പ്രസ്ഥാനത്തോട് അനുഭാവം തോന്നുകയും ആ കാലഘട്ടത്തിൽ ഹംസ സഖാഫി ഉൾപ്പെടെയുള്ളവരോട് തർക്കിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞതുകൊണ്ടും അവൻ ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചതുകൊണ്ടും ആ പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. തബ്ലീഗ് ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്ഥാപനം ആരംഭിക്കുന്നു. അതിന് ഇവിടെ ആർക്കും വിരോധമോ അല്ലെങ്കിൽ ഭയമോ പേടിയോ വിറയലോ ഒന്നുമില്ല. അതിനു മുന്നോടിയായി ഇവിടെ ഒരു ബനാത്ത് എന്ന സംവിധാനം ആരംഭിച്ചു. ഈ അടുത്തൊരു പുസ്തകം ഇവിടെ വിതരണം ചെയ്തു. അതിന്റെ ഉള്ളടക്കങ്ങളൊക്കെ ഒന്നിരായ ബത്തപ്രിയം ഉസ്താദും പട്ടാമ്പി ഉസ്താദും ഒക്കെ പറയുമെന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹക്ക് ഹക്കായി ബോധ്യപ്പെടുവാൻ, ബാത്തില് ബാത്തിലായി ബോധ്യപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നിരായ CKM ബാക്കവി ഉസ്താദ് അവരുടെ ആദര പുരസ്സരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഫ്ളലുസ് സ്വലാത്തി വ അഷ്റഫുസ് സലാം على سيدنا المصطفى المرتضى صاحب الجمال والكمال محمد صلى الله عليه وسلم. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين. صدق الله العظيم. وعليكم السلام. من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. محمد رسول الله. ബഹുമാന്യരെ, വളരെ വേദനയോടുകൂടിയ ഒരു വാർത്ത ഇവിടെ പ്രവർത്തകരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്, പോസ്റ്ററിലൊക്കെ ഉള്ള CKM വാക്കവി എന്ന് എഴുതിയ സ്ഥലം ആരോ പറിച്ച് ചീന്തി കൊണ്ടുപോയി. അപ്പൊ ഇവർക്കത് വലിയ വിഷമമായി.
നമുക്കതിലൊരു സന്തോഷമുള്ളൂ. കാരണം നമ്മളിത് സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. മഹാനായ അബ്ദുൽ അസീസ് തസത്തുരി ശൈത്താൻ ബാധിച്ച ആളുകളെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ, സ്ത്രീകളെ, പുരുഷന്മാരെ ഒക്കെ മൂപ്പരടുത്ത് കൊണ്ടുവന്നാൽ ഒരു തത്സമം എഴുതി കെട്ടാറുണ്ടായിരുന്നു. എന്താ ആ തത്സമം എന്ന് വെച്ചാൽ, അമ്പിയാക്കന്മാരിൽപ്പെട്ട ഉലുൽ അസ്മിന്റെ 5 പേര് ജിബ്രീൽ അലൈഹിസ്സലാം മുതൽക്ക് ഉള്ള തർത്തീബിൽ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, ഈ 5 മലക്കുകളുടെ പേര്. ഖുലഫാഉർ റാഷിദ് 4 മുആവിയയുടെ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. അങ്ങനെ ഒരു 5 പേര്. ഈ 15 പേര് എഴുതി കെട്ടിയ എല്ലാ ശൈത്താനും പോവുകയാണ്. പൊതുവെ ഇതൊരു ശൈത്താനിയത്താണല്ലോ ഈ ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് മുജാഹിദായാലും തബ്ലീഗായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും ഖാദിയാനി ആയാലും നൂരിഷ ആയാലും ഷംസിയ ആയാലും എല്ലാ ബാത്തിലും ഒരു തരം ശൈത്താനിയത്താണ്. ചൊടിയും ചുളയുമുള്ള ആലിമീങ്ങളുടെ പേര് അവരുടെ മേലെഴുതി കെട്ടിയാൽ അവർ ആ ശൈത്താൻ അങ്ങോട്ട് നീങ്ങും. അപ്പൊ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഉലുൽ അസ്മിന്റെ കൂട്ടത്തിലും ജിബ്രീലിന്റെ കൂട്ടത്തിലും ഖുലഫാഇന്റെ കൂട്ടത്തിലും എന്റെ പേരും കൂടി പെടുത്തിയല്ലോ. നമ്മളുടെ പേര് എഴുതി കെട്ടാൻ വേണ്ടി ആരെങ്കിലും പറിച്ചു ചീന്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെത്ര വേവലാതിപ്പെടാനെന്താ? അവർ കൊണ്ടുപോയിക്കോട്ടെ. പിശാച് ബാധിച്ച് എല്ലാവരെയും കഴുത്ത് കെട്ടട്ടെ. അവരുടെ വൈശാചികമായ വിദഅത്ത് രോഗം അതുകൊണ്ട് അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അല്ലാതെ എന്നോടുള്ള വൈരാഗ്യം കൊണ്ടാണ് എന്ന് എനിക്കത് വിശ്വാസമല്ല. കാരണം ഞാന് 1983 മുതൽ 87, 88 വരെ സ്ഥിരമെന്നോളം തന്നെ ഈ മഹലിലുണ്ടായിരുന്നു. അന്നും ഇവിടെ മുജാഹിദും ജമാഅത്തിന്റെ വിലയും യുക്തിവാദി യുക്തിയില്ലാത്ത വാദിയും ഒക്കെ ഉണ്ട്. ഞാനിവിടുന്ന് വിട്ട് 22 കൊല്ലായി. ഈ 22 കൊല്ലത്തിന് ശേഷം വർഷത്തിൽ ഒരു തവണയെങ്കിലും കാഞ്ഞിപ്പുഴ മഹലിൽ പ്രസംഗിക്കാത്ത ഒരു വർഷം കഴിഞ്ഞു പോയിട്ടില്ല. ഇവിടെ ഞാൻ വിഷയത്തിലേക്ക് കയറാൻ തന്നെ എനിക്ക് മടിയാ. കാരണം ഇങ്ങനത്തെ ഒരു സദസ്സിൽ പത്തപരി അബ്ദുൾ റഷീദും CK ബാക്കവിയും കൂടി ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ അതൊരു മുഹാലായ സംഭവമാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും നേരം വെളുക്കോളം സമയം കിട്ടിയാലും പറയാനുള്ള സബ്ജക്റ്റിന്റെ ഒരു മൂല അളകൂല. അപ്പൊ ഒരാളന്നെ കൂടുതലാണ്. പിന്നെ മഹല്ലുവാസികൾക്ക് ബാക്കവിയോടുള്ള പ്രത്യേക പ്രേമം കൊണ്ട് വിളിച്ചപ്പോ നമ്മൾ വന്നു. ഇനിയിപ്പോ നമ്മളത് എതിർത്തു എന്ന് പറയണ്ട. വന്നപ്പോ തന്നെ കുറെ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ പെണ്ണുങ്ങളും കുറെ ഉണ്ടാവും, ഞങ്ങൾക്ക് പറ്റിയതെന്തെങ്കിലും പറഞ്ഞു തരണോ. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മൗലൂദ് ഓതുന്നതിന്റെ കുറച്ച് ഫളായില് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു സ്ത്രീകളോട്. പുരുഷന്മാർക്ക് വിഷയമല്ല, അവൻ പിന്നെ പറയാം. മൗലൂദ് ഓതുന്നതിന്റെ കുറച്ച് ഫളായില് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ ചുരുക്കി പറയാം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്ത് ഫളായിലാ പടച്ചോനെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക? മൻദൂസ് മൗലൂദാണെങ്കിൽ അഈഫ, ശറഫുലന മൗലൂദാണെങ്കിൽ അളാഫ. പിന്നെ മഖ്ബൂലും വയറ് മർദൂദും അല്ലാത്ത ഒരു മൗലൂദ് ഇപ്പൊ കിട്ടാനുമില്ല. കാരണം അതെല്ലാം ഇപ്പോ വിറ്റഴിക്കുന്നത് ബിദഈ പ്രസ്ഥാനങ്ങളാ സുന്നികൾക്ക്. അപ്പൊ ഞങ്ങളാരിപ്പോ വാങ്ങി കയ്യിൽ വെക്കാറില്ല. കാരണം നിർത്തി വെക്കുമ്പോൾ അതിലുള്ളത് തെറ്റ് തിരികെ അങ്ങോട്ട് ഓതാറുണ്ടെന്ന് മാത്രമേ. മൗലൂദിന്റെ ആമുഖത്തിൽ തന്നെ മൗലൂദിന്റെ കുറച്ച് ഫളായില് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ അത് മതി ഉസ്താദേ.